ഇത് വെറുമൊരു പുരാതന ശ്ലോകമല്ല, മറിച്ച് ഒരു മഹായോദ്ധാവിന്റെ ആത്മാവ് തകർന്നു പോകുന്നതിന്റെ നേർക്കാഴ്ചയാണ്. ഇതാണ് ആ വാക്യം. യുദ്ധക്കളത്തിന്റെ നടുവിൽ നിൽക്കുന്ന മഹാനായ യോദ്ധാവ് അർജുനന്റെ വൈകാരികമായ തകർച്ചയുടെ പാരമ്യമാണ് നമ്മളിവിടെ കേൾക്കുന്നത്. പക്ഷേ ഇത് കേവലം വാക്കുകൾക്കപ്പുറം വളരെ യുക്തിസഹമായ ഒരു വാദത്തിന്റെ അവസാനം കൂടിയാണ്. അപ്പോൾ ഈ വാക്കുകൾക്ക് പിന്നിലെ യുക്തിയും വേദനയും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? ആ രംഗം നമുക്കൊന്ന് മനസ്സിൽ കാണാം. കുരുക്ഷേത്ര യുദ്ധഭൂമി. അർജുനൻ തന്റെ രഥത്തിൽ നിൽക്കുകയാണ്. എതിർവശത്ത് ശത്രുക്കളായി അണിനിരന്നിരിക്കുന്നത് ആരാണെന്നോ? സ്വന്തം മുത്തച്ഛൻ, ഗുരുക്കന്മാർ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ. ഒരു വശത്ത് രാജ്യവും ധർമ്മവും, മറുവശത്ത് സ്വന്തം രക്തം. ഈയൊരു കാഴ്ചയാണ് അർജുനനെ അക്ഷരാർത്ഥത്തിൽ തളർത്തിക്കളഞ്ഞത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊരു പെട്ടെന്നുണ്ടായ വികാരപ്രകടനം മാത്രമായിരുന്നില്ല. അത് വളരെ ശ്രദ്ധയോടെ പടിപടിയായി കെട്ടിപ്പടുത്ത ഒരു വാദത്തിന്റെ അവസാനമായിരുന്നു. തന്റെ ശാരീരികമായ തളർച്ചയിൽ തുടങ്ങി യുദ്ധം കൊണ്ടുണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് വിലപിപ്പിച്ച് ഒടുവിലാണ് അദ്ദേഹം ഈയൊരു നിഗമനത്തിലെത്തുന്നത്. ഈ ടേബിളിലേക്ക് ഒന്ന് നോക്കൂ. അർജുനൻ തന്റെ വാദം എങ്ങനെയാണ് പടിപടിയായി കെട്ടിപ്പടുക്കുന്നതെന്ന് കാണാം. 31-ാം ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, ബന്ധുക്കളെ കൊല്ലുന്നതിൽ ഒരു നന്മയുമില്ല എന്ന്. പിന്നീട് ആർക്കു വേണ്ടിയാണോ ഈ രാജ്യവും സുഖങ്ങളും വേണ്ടത്, അവർ തന്നെയാണ് മുന്നിൽ മരിക്കാൻ നിൽക്കുന്നതെന്ന് തിരിച്ചറിവ്. അങ്ങനെ ഓരോ വാദവും അടുത്തതിലേക്ക് നയിച്ച് ഒടുവിൽ 37-ാം ശ്ലോകത്തിൽ ആ ഒഴിവാക്കാനാവാത്ത നിഗമനത്തിലെത്തുന്നു, അതുകൊണ്ട് ഞങ്ങൾ കൊല്ലാൻ യോഗ്യരല്ല. ശരി, ഇനി നമുക്ക് ഈ ശ്ലോകത്തിന്റെ ഉള്ളിലേക്ക് കടക്കാം. ഇതിലെ ഓരോ സംസ്കൃത വാക്കും നമുക്കൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. കാരണം ഓരോ വാക്കിലും എത്ര വലിയ അർത്ഥങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ആദ്യത്തെ വാക്ക് തസ്മാത്. ഇതിനർത്ഥം അതുകൊണ്ട് എന്നാണ്. ഇതൊരു സാധാരണ വാക്കല്ല കേട്ടോ. മുൻപ് പറഞ്ഞ എല്ലാ വാദങ്ങളെയും, എല്ലാ വേദനകളെയും, എല്ലാ യുക്തിചിന്തകളെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു കണ്ണിയാണിത്. ഇത് അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളുടെ അവസാനത്തെ ആണിയാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത്. അർജുനൻ പറയുന്നില്ല അവർക്ക് കൊല്ലാൻ കഴിയില്ല എന്ന്. ഓഫ് കോഴ്സ് അവർക്ക് കഴിയും, അവർ മഹായോദ്ധാക്കളാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് അവർ അതിന് യോഗ്യരല്ല എന്നാണ്. ഈ പ്രവൃത്തി തങ്ങളുടെ ധാർമ്മിക നിലവാരത്തിന് ചേർന്നതല്ല, അത് തങ്ങളല്ലാതാക്കി മാറ്റും എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇവിടെ ഒരു വലിയ മാറ്റം നടക്കുന്നുണ്ട്. അർജുനന്റെ വിലാപം തുടങ്ങുന്നത് ഞാൻ എന്ന വാക്കിലാണ്. എൻ്റെ ശരീരം വിറയ്ക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 37-ാം ശ്ലോകത്തിലെത്തുമ്പോൾ അത് പെട്ടെന്ന് നമ്മൾ എന്നായി മാറുന്നു. നമ്മൾ യോഗ്യരല്ല, നമ്മൾക്കെങ്ങനെ സന്തോഷിക്കാൻ കഴിയും? അതായത് ഈ പ്രതിസന്ധി ഇനി വ്യക്തിപരമല്ല, അത് തൻ്റെ സഹോദരങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു ധാർമ്മിക പ്രശ്നമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. അദ്ദേഹം ശത്രുക്കളെ വിശേഷിപ്പിക്കുന്ന രീതി കണ്ടോ? ആദ്യം ധൃതരാഷ്ട്രപുത്രന്മാർ എന്ന് പറയുന്നു. ശരിയാണ്, അത് അവരുടെ രാഷ്ട്രീയപരമായ ഐഡന്റിറ്റിയാണ്. പക്ഷേ തൊട്ടു പിന്നാലെ അദ്ദേഹം പറയുന്നത് എന്താണ്? സ്വബാന്ധവാൻ, നമ്മുടെ സ്വന്തം ബന്ധുക്കൾ. ശത്രുക്കൾ എന്ന യാഥാർത്ഥ്യത്തെ നിഷേധിക്കാതെ തന്നെ അവർ തങ്ങളുടെ രക്തമാണെന്ന സത്യം അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ആ ചോദ്യമില്ലേ, ഇതൊരു സാധാരണ ചോദ്യമല്ല, ഇതിന് ഉത്തരം ആവശ്യമില്ലാത്തൊരു ചോദ്യമാണ്. കാരണം ഉത്തരം അസാധ്യമാണെന്ന് പറയുന്നയാൾക്കും കേൾക്കുന്നയാൾക്കും ഒരുപോലെ അറിയാം, ഒരു തരത്തിലും സന്തോഷിക്കാൻ കഴിയില്ല. വിജയത്തിന് ശേഷം വരാനിരിക്കുന്ന ആ ഭയാനകമായ ശൂന്യതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണത്. അപ്പോൾ ഇത്രയൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മറക്കരുത്. ആ രഥത്തിൽ അർജുനൻ തനിച്ചല്ല, കൂടെ കൃഷ്ണനുമുണ്ട്. അർജുനന്റെ ഈ ഹൃദയം തകർന്നുള്ള വിലാപം കേട്ടിട്ടും കൃഷ്ണൻ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? ആ മൗനത്തിന് വലിയ അർത്ഥമുണ്ട്. അർജുനൻ കൃഷ്ണനെ വിളിക്കുന്നത് മാധവ എന്നാണ്. എന്താ ഈ പേരിന്റെ പ്രത്യേകത? മാധവൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ ഭർത്താവ്, അതായത് ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നാഥൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, സർവനാശം മാത്രം മുന്നിൽ കാണുന്ന ആ നിമിഷത്തിൽ എന്തിനായിരിക്കും അർജുനൻ ഭാഗ്യത്തിന്റെ ദേവനെ വിളിക്കുന്നത്? അല്ലയോ ഭാഗ്യത്തിന്റെ നാഥ, ഇതിലെവിടെയാണ് ഭാഗ്യം എന്നൊരു നിശബ്ദ ചോദ്യം അതിലില്ലേ? അർജുനന്റെ ഇത്രയും യുക്തിസഹമായ ഹൃദയത്തിൽ തട്ടിയുള്ള വാദങ്ങൾക്കെല്ലാം കൃഷ്ണന്റെ മറുപടി എന്തായിരുന്നു എന്നറിയാമോ? പൂർണ്ണമായ മൗനം. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, എല്ലാം കേട്ടുനിന്നു. ഒരുപക്ഷെ മനുഷ്യന്റെ എല്ലാ വാദങ്ങളും തോറ്റു തുന്നമ്പാടുമ്പോൾ മാത്രമായിരിക്കാം ദൈവം ഇടപെടുന്നത്. അപ്പോൾ അർജുനന്റെ ഈ ധാർമ്മിക പ്രതിസന്ധി വെറുമൊരു പഴയ കഥയാണെന്ന് കരുതി തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല. കാരണം ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പല കഠിനമായ തീരുമാനങ്ങളെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ പുരാതന ശ്ലോകത്തിന് ഇന്നത്തെ ലോകത്തോട് എന്താണ് പറയാനുള്ളത്? നോക്കൂ, ഈ ഒരൊറ്റ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രവൃത്തികളുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കുക.
നമ്മുടെ തീരുമാനങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് ഓർക്കുക. എളുപ്പമുള്ള ഉത്തരങ്ങളെ ചോദ്യം ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ മൂല്യങ്ങൾക്ക് ചേർന്നതാണോ എന്ന് എപ്പോഴും സ്വയം ചോദിക്കുക. അതുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അർജുനൻ ചോദിച്ച ആ ചോദ്യം ഇന്ന് നമ്മൾ ഓരോരുത്തരോടുമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത വലിയൊരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഒരു നിമിഷം സ്വയം ചോദിക്കുക, ഞാൻ ചെയ്യാൻ പോകുന്ന ഈ പ്രവൃത്തിക്ക് ഞാൻ യോഗ്യനാണോ അല്ലെങ്കിൽ യോഗ്യയാണോ? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായേക്കാം.